നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ മേഖലകളിൽ +1 സീറ്റ് പ്രതിസന്ധി. MSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. മുഖ്യമന്ത്രിയുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് ഭൂമാഫിയ ആരോപണവുമായി BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്. പിന്നിൽ രാഷ്ട്രീയ അഭിഭാഷക ആധാരം എഴുത്ത് റവന്യൂ ഉദ്യോഗസ്ഥരെന്നും ആരോപണം. ചാൽ ബീച്ചിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. തള്ളിയത് ലോഡ് കണക്കിന് മാലിന്യം. ഹീനപ്രവൃത്തി നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നടപടി നടക്കുന്നതിനിടെ. വാർത്തയിലേക്ക്. MSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി മേഖലാ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. മുഖ്യ അലോട്ട്മെന്റുകളെല്ലാം കഴിഞ്ഞിട്ടും കണ്ണൂരിലടക്കം മലബാർ ജില്ലകളിൽ വിദ്യാർത്ഥികൾ +1 പ്രവേശനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചും അധിക ബാച്ച് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് MSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. ഹയർ സെക്കൻഡറി കണ്ണൂർ മേഖലാ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ പോലീസുമായി ഉന്തും തള്ളും നടന്നു. ഉച്ചയോടെയാണ് പ്രവർത്തകർ ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ടൗൺ പോലീസും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. ഓടിയെത്തിയ പ്രവർത്തകർ ഓഫീസിന്റെ വാതിലടച്ച് പുറത്തുനിന്നും പൂട്ടിയിട്ടു. തുടർന്ന് നിലത്ത് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിയും തുടർന്നു. ഇതോടെ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. സമരത്തിന് നേതൃത്വം നൽകിയ MSF ജില്ലാ പ്രസിഡന്റ് നസീർ പുറത്തിൽ, ജനറൽ സെക്രട്ടറി KP റംഷീദ് ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. കേരളത്തിലെ ഇടതുപക്ഷ അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ NGO യൂണിയൻ ഹാളിൽ നടന്നു. KSTA സംസ്ഥാന സെക്രട്ടറി A. നജീബ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയിലാകമായിട്ടുള്ള വിദ്യാലയങ്ങളിലെത്തി അധ്യാപകരുമായി നേരിട്ട് സംവദിക്കുവാൻ കഴിയുന്നതിനെയും ഈ ഡിമാൻഡുകൾ ചർച്ച ചെയ്യണമെന്നതാണ് ഈ കൺവെൻഷന്റെ ലക്ഷ്യം. ഇത് സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ പ്രവർത്തന കൺവെൻഷൻ നടത്തുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പുതിയ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനും ദേശീയ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന തെറ്റായ നിലപാടുകൾക്കെതിരെ ജൂലൈ 27 നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനും വേണ്ടിയാണ് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. NGO മന്ദിരത്തിൽ TK ബാലൻ ഹാളിൽ നടന്ന പ്രവർത്തക കൺവെൻഷന് KSTA ജില്ലാ പ്രസിഡന്റ് K. പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കളായ T. രജില, K. രഞ്ജിത്ത്, K. ശശീന്ദ്രൻ, VV വിനോദ് എന്നിവർ സംസാരിച്ചു. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെ പാർട്ടിക്കുള്ളിൽ അച്ചടക്ക നടപടി. പാർട്ടി അംഗത്വത്തിൽ നിന്നും മനു തോമസിനെ അന്വേഷണ വിധേയമായി പുറത്താക്കി. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് മനു തോമസിനെതിരെ നേരത്തെ പാർട്ടിക്കുള്ളിൽ പരാതി ഉയർന്നിരുന്നു. പാർട്ടി നടപടി ഉറപ്പായതിനാൽ 2023 മുതൽ മനു തോമസ് മെമ്പർഷിപ്പ് പുതുക്കിയില്ല. 1 വർഷമായി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. 1 വർഷത്തിലധികമായി പാർട്ടി യോഗത്തിലും പരിപാടികളിൽ നിന്നും മനു തോമസ് പൂർണ്ണമായും വിട്ടുനിന്നിട്ടും ഇയാൾക്കെതിരെ നടപടിയെടുത്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മനു തോമസിനെ പുറത്താക്കി തീരുമാനമെടുത്തത്. മെമ്പർഷിപ്പ് പുതുക്കാത്തതിനാണ് നടപടിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. DYFI മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു മനു തോമസ്. CPM സൈബർ പോരാളികളായ സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയരായ ആകാശ് തില്ലങ്കേരിയും അർജുൻ നായങ്കിയും മനു തോമസിനെതിരെ സോഷ്യൽ മീഡിയയിൽ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതിയും നിലവിലുണ്ട്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, മുണ്ടേരി ആയുഷ് PHC ഹോമിയോ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും യോഗ പ്രദർശനവും നടന്നു. മുണ്ടേരി പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. അനീഷ ഉദ്ഘാടനം ചെയ്തു. പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് പരമാവധി ഈ ഒരു പരിപാടികൾ, എന്തുകൊണ്ടെന്നാൽ ഇതൊരു
ഗ്രാമപഞ്ചായത്ത് പ്രൊജക്റ്റ് വെക്കുമ്പോൾ അത് തികച്ചും ഫ്രീ ആയതുകൊണ്ടാണോ എന്തോ എന്നറിയില്ല, ആളുകൾക്ക് അത്ര ഇത് മതിപ്പ് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ അടുത്ത വാർഷിക പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്ത് ഏതായാലും യോഗ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതി അടുത്ത വർഷം വെക്കുന്നില്ല. കാരണം ഈ വർഷം നമ്മൾ ഇപ്പം നടപ്പ് സാമ്പത്തിക വർഷം ഒരുപാട് ആളുകളോട് പറഞ്ഞതാണ്, പക്ഷെ ആളുകളൊന്നും ഇതിലേക്ക് വരുന്നില്ല. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഓരോ മുക്കും മൂലയിലും യോഗ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ നടത്തി എല്ലാവരും ഒരുവക ആളുകളൊക്കെ യോഗ പരിശീലിച്ചു. ഇനിയിപ്പം വീട്ടിൽ നിന്ന് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ആളുകൾ കുറഞ്ഞു വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വാർഷിക പദ്ധതിയിൽ ആ ഒരു പദ്ധതി വെക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നതാണ് തോന്നുന്നത്. ഇത്രയും ആളുകൾ കുറവായിരുന്നു നമ്മുടെ വാർഷിക പദ്ധതിയിൽ വെച്ചപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ തന്നെ നമ്മളെ എല്ലാവരോടും വരണം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടി വേണ്ടിയാണ് എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് വരേണ്ടതായിരുന്നു. കാരണം നമുക്കറിയാം ഒരുപാട് കോവിഡിന് ശേഷമൊക്കെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ കോവിഡിന്റെ സൈഡ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് രോഗങ്ങളൊക്കെ നമ്മൾ ഓരോ വ്യക്തികളിലും ഉള്ളിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പല ശാരീരിക അസ്വസ്ഥതകളൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആയുർവേദത്തിലൂടെ നമുക്ക് അതിനൊക്കെയുള്ള പ്രതിവിധിയും അതുപോലെ തന്നെ യോഗ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിലൊക്കെ വരേണ്ടതാണ്. ഇതൊന്നും ഇപ്പോൾ കാണുന്നില്ല. അതിൻ്റെയൊക്കെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആയിരിക്കും. വൈസ് പ്രസിഡന്റ് പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ രാജൻ, യോഗ പരിശീലകന്മാരായ കെ പ്രവീൺ, കെ സുരേഷ് ബാബു, ധന്യ രവീന്ദ്രൻ, എ ജിഷ, പി ജി റോഷ്നി തുടങ്ങിയവർ യോഗ പ്രദർശനവും നടത്തി. വാർഡ് മെമ്പർമാരായ ഇ കെ ചാന്ദിനി, പി ബാലൻ, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹീര ആർ, ആയുഷ് PHC ഹോമിയോ ഡോക്ടർ ഡി വിനി, MC മഞ്ജുള തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ. മലബാർ മേഖലകളിൽ +1 സീറ്റ് പ്രതിസന്ധി. MSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. മുഖ്യമന്ത്രിയുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് ഭൂമാഫിയ ആരോപണവുമായി BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്. പിന്നിൽ രാഷ്ട്രീയ അഭിഭാഷക ആധാരം എഴുത്ത് റവന്യൂ ഉദ്യോഗസ്ഥരെന്നും ആരോപണം. ചാൽ ബീച്ചിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. തള്ളിയത് ലോഡ് കണക്കിന് മാലിന്യം. ഹീനപ്രവൃത്തി നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നടപടി നടക്കുന്നതിനിടെ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Aravikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ ഹോം അപ്ലയൻസ് ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് ഭൂമാഫിയ പ്രവർത്തിക്കുന്നതായി BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ധർമ്മടം മണ്ഡലത്തിലെ സ്ഥലത്തില്ലാത്തവരുടെയും നികുതി അടക്കാത്തവരുടെയും സ്ഥലം അവരറിയാതെ മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കാൻ കഴിയുന്ന മാഫിയ സംഘമാണ് ഇവിടെയുള്ളത്. രാഷ്ട്രീയ അഭിഭാഷക ആധാരമെഴുത്ത് റവന്യൂ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ആ പ്രദേശത്തുള്ള അത്തരം ആളുകളെ ഇതിനൊന്നും പോവില്ല, ഇതൊന്നും കഴിവില്ല, ഇതിനൊന്നും സാമ്പത്തികമില്ല, അത്തരം ആളുകളുടെ പാവപ്പെട്ടവരെ ഇത്തരം കെണിയിൽ വീഴ്ത്തുന്ന ഇത്തരം സംഘങ്ങൾ, ആ സംഘങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ശരി അവരെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരണം എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ കാരണം. ഇതിൻ്റെ ഓരോ ഡോക്യുമെൻറ്റും സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൈവശമുണ്ട്. എല്ലാം വിവരാവകാശ പ്രകാരം മേടിച്ചിട്ടുണ്ട്. എല്ലാം വിവരാവകാശ പ്രകാരം മേടിച്ചിട്ടും അവിടെയെല്ലാം ഇവരുടെ പേര് തന്നെയാണ് ഈ സാധനമുള്ളത്. പക്ഷേ അവിടെ മറ്റൊരാൾ ഇതൊക്കെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? എങ്ങനെയാണ് സാധിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. അപ്പം ഇത് രജിസ്റ്റർ ഓഫീസിൻ്റെ ഉള്ളിൽ ഉള്ള സംഘത്തിനും ഇതേ പങ്കുണ്ട്. ഈ കലക്ടർ പ്രതിസ്ഥാനത്ത് വില്ലേജ് ഓഫീസർ പ്രതിയായിട്ട് ഹൈക്കോടതി നടക്കുന്ന ഒരു കേസിൽ നടക്കുമ്പോഴാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ ഇവിടുന്ന് കലക്ടർ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്ലീഡർ ഹാജരായിട്ടുണ്ട്. പക്ഷെ ആ ഹാജരായ കേസ് അവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. വിജിലൻസ് ഇത് പുറത്തു പറഞ്ഞിട്ടില്ല. കലക്ടർ പോലും പറയാം. കലക്ടർ പരാതി കൊടുക്കുമ്പോൾ കലക്ടർ പറയണ്ടേ എങ്ങനെയാണ് ഗവൺമെൻറ് പ്ലീഡർ എങ്ങനെയാണ് ഹാജരാകുന്നത്, ഈ കേസിന് എങ്ങനെ ഹാജരാകുന്നത്? അപ്പം ഇതിൽ ആരൊക്കെയാണ് ബന്ധങ്ങൾ? വലിയ ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് ബന്ധമുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എവിടെ പോകുമ്പോൾ നീതി കിട്ടൂല. ഇത്തരത്തിൽ ഭൂമി നഷ്ടപ്പെട്ട ഷൈജിയും മകൾ ഹെൽസയും BJP ജില്ലാ പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. നീതിക്ക് വേണ്ടി തങ്ങൾ മുട്ടാത്ത വാതിലുകളില്ലെന്നും സ്ഥലത്തിന്റെ എല്ലാ രേഖകളും തങ്ങളുടെ പേരിലാണെന്നിരിക്കെ ഒരേ സ്ഥലത്തിന് എങ്ങനെ 2 രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുമെന്നും ഹെൽസ ചോദിച്ചു. ആ 53 മുതൽ നികുതി വെച്ച് വരുന്ന ഭൂമിയാണ്. അപ്പോൾ ആ ഭൂമിയാണ് അച്ഛൻ 2007 അച്ഛനും അച്ഛൻ്റെ സഹോദരി മരണപ്പെട്ടു പോയത് കാരണം ഇത് പാർട്ടിഷൻ ചെയ്തു. 2007 അച്ഛൻ നികുതി വെക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിനെ സമീപിച്ച്, സനൽ എന്നാണ് എൻ്റെ ഓർമ്മ വില്ലേജ് ഓഫീസർ, ഇത് നികുതി വെക്കാൻ പറ്റില്ല. കഴിഞ്ഞ 3 മാസം മുന്നേ നികുതി വെച്ച ഭൂമിയാണ്. പാർട്ടിഷൻ കഴിഞ്ഞപ്പം പോക്കുവരവിന് പോയപ്പോൾ ഇത് പറ്റില്ല. അത് കുറേ പ്രാവശ്യം അച്ഛനെ കയറ്റി ഇറക്കി, അടുത്ത ആഴ്ച പിന്നെ അങ്ങനെ അച്ഛൻ കയറി ഇറങ്ങി 2007 താലൂക്കിൽ കൊടുത്തു. 2008 ഫസ്റ്റ് മാർച്ച് ആകുമ്പോഴേക്കും അച്ഛൻ മരണപ്പെട്ടു. അച്ഛൻ മരണപ്പെട്ടതോടുകൂടി ഇതവിടെ സ്റ്റോപ്പായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ഭൂമിയൊന്നും നമുക്കൊരു വിഷയമല്ല. അച്ഛൻ്റെ മരണം അപ്രതീക്ഷിതമായിട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളതെല്ലാം വിട്ടു. നമ്മൾ ട്രിവാൻഡ്രത്തായിരുന്നു, ബ്രദറൊക്കെ അവിടെ സെറ്റിലാണ്. നമ്മൾ അങ്ങോട്ട് പോയി. 1-2 വർഷം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്നപ്പം ആ ഭൂമിയിൽ വീട് വെച്ചിന് ഒരാൾ. അപ്പോൾ ആ സമയത്ത് അത് കണ്ട് നമുക്കിവിടെ യഥാർത്ഥമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു ഭൂമി സംബന്ധമായിട്ട് ധർമ്മടം പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ നമുക്ക് കയറാൻ പറ്റില്ല. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് പോലും അവർ പരിശോധിക്കില്ല. നമ്മളെ തള്ളിക്കളി റിജക്റ്റ് ചെയ്യും. വില്ലേജ് ഓഫീസിൽ പോകാൻ പറ്റില്ല, അവിടെ റിജക്റ്റ് ചെയ്യും. താലൂക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല, അവിടെ റിജക്റ്റ് ചെയ്യും. കണ്ണൂർ കളക്ട്രേറ്റിലും പോകാൻ പറ്റില്ല, റിജക്റ്റ് ചെയ്യും.
കേൾക്കാൻ പോലും ഇവർ തയ്യാറാവില്ല. ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാൻ പോലും തയ്യാറായില്ല. അപ്പം നമ്മൾ സാധാരണയായിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, അച്യുതാനന്ദൻ പരാതി കൊടുത്ത് അത് കണ്ണൂർ കളക്ട്രേറ്റിൽ KG ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ജില്ലാ ഭരണാധികാരിയുടെ മുന്നിൽ വന്നു. ഞങ്ങൾ ഫാമിലി ഞങ്ങളെ കയ്യിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ ഡോക്യുമെൻറ്റ്സും കുടിക്കടവും എല്ലാ സാധനങ്ങളും എടുത്ത് ഞങ്ങളവിടെ പോയി ഞങ്ങളെ രേഖകളൊക്കെ മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ ഒരു ജൂനിയർ വക്കീൽ ഹാജരായി. ഒരു നേതാവിൻ്റെ പേര് പറയുന്നു, ലെറ്ററാന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആ ലെറ്റർ വായിക്കുന്നു, മടക്കുന്നു. അടുത്ത നിമിഷം പറഞ്ഞ് നിങ്ങളുടെ ഭാഗക്കരാർ അസാധുവാക്കി. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കണ്ടേ, നമുക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ എന്ന് ചോദിച്ചപ്പം അതെൻ്റെ ബ്രദർ അത് എഴുതിയിട്ട് നിന്ന് ചോദിച്ചപ്പം പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യണം, ജയിലിലിടുന്നു പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ BJP ധർമ്മടം മണ്ഡലം പ്രസിഡന്റ് അഭിലാഷും പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ 25-ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ കാർഷിക വിദ്യാഭ്യാസ സെമിനാർ നടക്കുമെന്ന് പടന്നക്കാട് കാർഷിക സർവകലാശാല ഡീൻ ഡോക്ടർ T. സജിത റാണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാർഷിക കോഴ്സുകളും അവയുടെ ജോലി സാധ്യതകളും പരിചയപ്പെടുത്തുന്ന സെമിനാർ വൈസ് ചെയർമാൻ B. അശോക് ഉദ്ഘാടനം ചെയ്യും. സൗജന്യ സെമിനാറിൽ SSLC, +2, VHSC ബിരുദധാരികൾക്കും തൽപരരായ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പങ്കെടുക്കാം. സെമിനാറിൽ പങ്കെടുക്കുന്നതിന് 9745122158 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം, അതായത് മികച്ച തൊഴിലവസരത്തിനായിട്ട് നൂതന കാർഷിക കോഴ്സുകൾ എന്നതാണ് ഈ സെമിനാറിൻ്റെ വിഷയം. അത് മാത്രമല്ല, കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ B. അശോകാണ് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ T.P. സേതുമാധവനാണ് ഈ സെമിനാർ നയിക്കുന്നത്. ഞങ്ങളുടെ കാർഷിക സർവകലാശാല ഈ മാറുന്ന തൊഴിൽ രീതി അനുസരിച്ച് പുതിയ നൂതന കാർഷിക അടിസ്ഥാന കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 20ഓളം കോഴ്സുകൾ, അതായത് ഡിപ്ലോമ, PG ഡിപ്ലോമ, ഇൻ്റഗ്രേറ്റഡ് PG, മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ, PhD പ്രോഗ്രാമുകൾ എന്നിവയാണ്. അത് 20ഓളം കോഴ്സുകൾ കൃഷി അനുബന്ധ മേഖലയായ ഫോറസ്ട്രി, അനിമൽ സയൻസ്, അതേപോലെ തന്നെ എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നീ വിഭാഗങ്ങളിലായിട്ട് 20ഓളം കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഉയർന്ന വിദ്യാഭ്യാസത്തിനായിട്ട് മറുനാട്ടിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സുകൾ ഉപകരിക്കും. അതായത് 10ാം ക്ലാസ്, +2, ഡിഗ്രി, VHC ഇത് കഴിഞ്ഞ കുട്ടികൾക്ക് ഈ കോഴ്സുകൾ ഉപകാരപ്രദമായിരിക്കും. മികച്ച അവസരങ്ങൾ ഈ കോഴ്സുകൾ കൊണ്ട് ലഭിക്കുന്നതാണ്. ഡോക്ടർമാരായ P. ജയരാജ്, T. ജിജിൽ, N. ഷംന, RL. അനൂപ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കടവത്തൂർ ടൗണിലെ കടകളിൽ നടന്ന മോഷണക്കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കുറ്റ്യാടി വാണിമൽ സ്വദേശി മുഹമ്മദ് സുഹൈലാണ് പോലീസ് പിടിയിലായത്. മെട്രോ ഫാൻസി ഫുഡ് വെയർ ഷോപ്പിലും തൊട്ടടുത്ത ഡാസിൽ ഫാൻസിയിലുമാണ് മോഷണം നടന്നത്. പുറമെ ചില്ലുവാതിലും ഷട്ടറും തകർത്തായിരുന്നു മോഷണം. കൊളവല്ലൂർ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അതിവിദഗ്ധമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. കേസിലെ രണ്ടാമൻ മറ്റൊരു കേസിൽപ്പെട്ട് നേരത്തെ തന്നെ പോലീസ് പിടിയിലായി. അന്വേഷണത്തിൽ നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ മോഷ്ടാവ് ബൈക്കിലെത്തിയതായി കണ്ടെങ്കിലും മുഖവും ശരീരവും മറച്ച നിലയിലായിരുന്നു. തുടർന്ന് കൊളവല്ലൂർ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അതിവിദഗ്ധമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. ഈ കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതിയായ അജ്മൽ വളയം സ്റ്റേഷനിലെ മറ്റൊരു കേസിൽ ഉൾപ്പെട്ട് ജയിലിലാണ്. ഇതോടെ കേസിൽ ഉൾപ്പെട്ട 2 പ്രതികളും പിടിയിലായി. കൊളവല്ലൂർ ഇൻസ്പെക്ടർ സുമിത് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ സോബിൻ, ഷാജി, പ്രഷീദ്, ASIമാരായ ശരത്ത്, സഹദേവൻ, CPOമാരായ ദീപേഷ്, രാജേഷ്, സജീവൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സിറ്റി ന്യൂസ് കണ്ണൂർ. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചിറക്കര SS റോഡിലെയും ടൗൺഹാൾ റോഡിലെയും വീടുകളിൽ മോഷണശ്രമം നടത്തിയ പ്രതി പിടിയിൽ. മലപ്പുറം നിലമ്പൂർ തിരുവാലി സ്വദേശി KK അലിയാണ് പിടിയിലായത്. ഇയാളെ മറ്റൊരു കേസിൽ കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ചിറക്കര മോഷണശ്രമ കേസിൽ ഇയാളെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കി. തലശ്ശേരി പോലീസ് തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങി. ശേഷം കോയമ്പത്തൂർ ജയിലിലും അടച്ചു. എന്നാൽ ജില്ലയിൽ മോഷണ കേസുകൾ കൂടി വരുന്നത് പോലീസിനിപ്പോൾ തലവേദനയായിട്ടുണ്ട്. 1.5 വർഷത്തിനിടെ 393 കവർച്ചാ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കവർച്ചാ ശ്രമങ്ങൾ വേറെയുമുണ്ട് എന്നതാണ് പോലീസ് കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. ആസൂത്രിതമായി സംഘടിച്ചു നടത്തിയ 13 കവർച്ചകൾ ഒരു വർഷത്തിനിടെ ഉണ്ടായിട്ടുണ്ട്. മഴക്കാലമാവുന്നതോടെ മറുനാട്ടിൽ നിന്നുള്ള തിരുട്ട് സംഘങ്ങളും ജില്ലയിൽ എത്തിയതായി പോലീസ് സംശയിക്കുന്നുണ്ട്. സിറ്റി ന്യൂസ് കണ്ണൂർ. ഉത്തര കേരള കവിതാ സാഹിത്യവേദി, കേരള ഗാന്ധി സാഹിത്യവേദി, കൊല്ലം നെടുങ്ങല്ലൂർ പച്ചവനയാത്രാ സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അക്ഷരഗുരു കവിയൂർ രാഘവൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ പ്രശസ്ത സിനിമ സീരിയൽ നടൻ ഇല്ലിക്കെട്ട് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ്
കണ്ണൂരിലെ സാംസ്കാരിക രംഗം എങ്ങനെ സജീവമാക്കണമെന്ന് ഒരു തപസ് അനുഷ്ഠിച്ച ആൾ തന്നെയായിരുന്നു രാഘവേട്ടൻ. ആ രാഘവേട്ടനാണ് നമ്മുടെ വിട്ടുപിരിഞ്ഞത്. എത്രയോ കാലമായിട്ട് രാഘവേട്ടൻ കണ്ണൂരിലെ സാംസ്കാരിക രംഗം നെഞ്ചിലേറ്റി ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നതാണ്. ആരും ആഗ്രഹിക്കുന്നൊരു മരണം അദ്ദേഹത്തിന് കിട്ടി. ഞാനതിൽ സന്തോഷിക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം, ഒരാൾ മരിച്ചതിലാരെങ്കിലും സന്തോഷിക്കുമോ? എന്തുകൊണ്ട് സന്തോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ മരണം അങ്ങനെ ആയിരിക്കണം. കളിച്ച് ചിരിച്ച് അവനവൻ്റെ കർമ്മരംഗം എന്താണോ ആ കർമ്മരംഗത്തിനനുസരിച്ച് അതുപോലെ നിന്ന് അവരോട് ചേർന്ന് നിന്ന് ആ സാംസ്കാരിക രംഗം സജീവമാക്കിക്കൊണ്ട് തന്നെ ആ കർമ്മരംഗം സജീവമാക്കി വെച്ചുകൊണ്ട് ഇനിയും ഞാനിതത് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ പുസ്തകവും പേനയും മൊബൈലും ബാഗും എല്ലാം വെച്ച് അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര പറഞ്ഞു. അതൊരു വല്ലാത്ത മരണമല്ലേ. ആർട്ടിസ്റ്റ് ശശികല അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, ഫാദർ സ്കറിയ കല്ലൂർ, പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, സുനിൽ മടപ്പള്ളി, ഡോക്ടർ എൻ കെ ശശീന്ദ്രൻ, പ്രൊഫസർ പി മനോഹരൻ, പള്ളിപ്പുറം പ്രസന്നൻ, രാജൻ തീയറേത്ത്, സൗമി മട്ടന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ മേയർ മുസ്ലിം മഠത്തിൽ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ പവിത്രൻ മാസ്റ്റർ, കണ്ണൂർ എയർപോർട്ട് MD സി ദിനേഷ് കുമാർ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ NK സൂരജ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്റ്റേഡിയത്തിലെ ഒളിമ്പ്യൻ CK ലക്ഷ്മണന്റെ പ്രതിമയ്ക്ക് മേയർ ഹാരാർപ്പണം നടത്തി. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. റൺ നഗരം ചുറ്റി സ്റ്റേഡിയം കോർണറിൽ സമാപിച്ചു. തുടർന്ന് കണ്ണൂരിൽ നിന്നുള്ള ഇന്ത്യൻ ഇന്റർനാഷണൽ താരങ്ങളെ ആദരിച്ചു. ചടങ്ങിൽ ഫുട്ബോൾ താരങ്ങളായ PK ബാലചന്ദ്രൻ, അൽഫോൺസ്, M നജീബ്, KV ധനേഷ്, NP പ്രദീപ്, വനിതാ താരങ്ങളായ സൂന, വോളിബോൾ താരം PJ ജോമോൾ, അത്ലറ്റ് KM ഗ്രീഷ്മ, ഹാൻഡ്ബോൾ താരങ്ങളായ PP ഷെജിന, PV സീന, P ബീന എന്നിവർക്ക് കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേസായി കൃഷ്ണ ഉപഹാരം സമർപ്പിച്ചു. സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ NK സൂരജ്, കൺവീനർ ഡോക്ടർ PK ജഗന്നാഥൻ, സ്പോർട്സ് കൌൺസിൽ ഭരണസമിതി അംഗം ഡോക്ടർ PP ബിനീഷ്, കണ്ണൂർ ജില്ലാ സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് സഹദ്, അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഷിബിൻ കുമാർ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി KV പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്പോർട്സ് ഡിവിഷനിലെ കായിക താരങ്ങൾ, കായിക സംഘാടകർ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഇടവേള, അതിനു മുന്നേ പ്രധാന വാർത്തകൾ. മലബാർ മേഖലകളിൽ +1 സീറ്റ് പ്രതിസന്ധി. MSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. മുഖ്യമന്ത്രിയുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് ഭൂമാഫിയ ആരോപണവുമായി BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്. പിന്നിൽ രാഷ്ട്രീയ അഭിഭാഷക ആധാരം എഴുത്ത് റവന്യൂ ഉദ്യോഗസ്ഥരെന്നും ആരോപണം. ചാൽ ബീച്ചിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. തള്ളിയത് ലോഡ് കണക്കിന് മാലിന്യം. ഹീനപ്രവൃത്തി നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നടപടി നടക്കുന്നതിനിടെ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ. കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
കോട്ടയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചാൽ ബീച്ചിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളി. ലോഡ് കണക്കിന് ജൈവ മാലിന്യങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ചാൽ ബീച്ചിൽ കൊണ്ടു തള്ളിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ഹരിത ടൂറിസം കേന്ദ്രമായി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി നടത്തിയത്. പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു. അഴീക്കോട് പഞ്ചായത്തിലെ ചാൽ ബീച്ചിൽ ലോഡ് കണക്കിന് അജൈവ മാലിന്യങ്ങളടങ്ങിയ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, ബോട്ടിലുകൾ, കെട്ടിടാവശിഷ്ടങ്ങൾ എന്നിവ അജ്ഞാതരായ സാമൂഹ്യ വിരുദ്ധരാണ് തള്ളിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഹരിത ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ വികസിപ്പിക്കുന്നതിന് തിരഞ്ഞെടുത്ത കേരളത്തിലെ 3 ബീച്ചുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചാണ് അഴീക്കോട് പഞ്ചായത്തിലെ ചാൽ ബീച്ച്. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബീച്ച് കൂടിയാണ്. ദിനപ്രതി ശരാശരി 500-ലധികം സഞ്ചാരികൾ ഈ ബീച്ചിൽ എത്തിച്ചേരുന്നുണ്ട്. ബ്ലൂ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ടത് ശുചിത്വ പരിപാലനമാണ്. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു. ചാൽ ബീച്ചിന്റെ സമീപത്തായിട്ട് പുഴയോരത്ത് തന്നെ വളരെയേറെ തണ്ണീർത്തടമെല്ലാം ഉള്ള ചവോക്ക് മരത്തിൻ്റെ ഇടയിലായിട്ട് ഇന്നലെ മാലിന്യം കൊണ്ട് ലോറിയിലോ മറ്റോ വാഹനത്തിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് മാലിന്യം അടക്കം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കുകൾ വളരെ ഏറെ ഉള്ള അജൈവ മാലിന്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അധികൃതർ DTPCൻ്റെ ഏരിയ എന്നുള്ള തരത്തിലായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ബന്ധപ്പെട്ട അധികൃതർ ഈ മാലിന്യം എടുത്തു മാറ്റി ഇവിടെ വളരെ നല്ല ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ആവശ്യപ്പെടാനുള്ളത്. നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ് ജില്ലാ സമ്മേളനം കണ്ണൂരിൽ നടന്നു. ചേംബർ ഹാളിൽ മേയർ മുസ്ലിം മഠത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വീട്ടിൽ കയറ്റാതിരുന്ന രക്ഷിതാക്കൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. അതെനിക്ക് നേരിട്ട് അറിയുന്ന വിഷയമാണ്. ആ സമയത്തൊക്കെ നിങ്ങളും ഈ സന്നദ്ധ സംഘടനയുടെ ഭാഗമായി രംഗത്തൊക്കെ പ്രവർത്തിച്ചാണെന്ന രീതിയിൽ ഒരുപാട് പ്രയാസങ്ങൾ ആ സമയത്ത് ഈ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ നേരിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പ്രശ്നമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയേണ്ട ഒരു സാഹചര്യം. അവിടെയാണ് ഇത്തരം സന്നദ്ധ സംഘടനകളുടെ ഇടപെടൽ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകളെ പരമാവധി സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുമപ്പുറം ആളുകളെ സഹായിക്കാൻ എത്തിച്ചേർന്നത് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ ഒരു കൂട്ടായ്മ അതൊക്കെ ഏകോപിപ്പിക്കുന്നതിൽ സർക്കാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മുടെ ആ മഹാമാരിയെ വളരെ ഭംഗിയായി തരണം ചെയ്ത് മുന്നോട്ട് പോയത്. ഒരുപാട് പ്രയാസങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. ജില്ലാ പ്രസിഡന്റ് അനൂപ് തവര അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകരായ അശോകൻ ചാല, ഫസൽ ചാലാട്, VP കമറുദ്ദീൻ, നൌഷാദ് ബായക്കൽ എന്നിവരെ ആദരിച്ചു. അഡ്വക്കേറ്റ് പ്രകാശ് P തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. B കൃഷ്ണകുമാർ, ചിറക്കൽ ബുഷ്ര, ഡോക്ടർ ഷാഹുൽ ഹമീദ്, PK ബൈജു, KC ഷിജു, KK ഗംഗാധരൻ, PK ലളിത, റോജിത് രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം സ്കൂളിൽ നടന്നു. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP റെജി ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ NSS വളണ്ടിയേഴ്സ് അവതരിപ്പിച്ച നൃത്തശില്പം ശ്രദ്ധയാകർഷിച്ചു. രണ്ടാം ഘട്ടം നമുക്ക്
നമുക്കറിയാം ജീവിതത്തിലെ നിങ്ങൾ ഉന്നത വിജയം നേടിയെടുത്തുകൊണ്ട് നിങ്ങൾ വന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് തരേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷിതാക്കൾക്കും കൂടി ഇരുന്നുകൊണ്ട് എന്തെല്ലാം തരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചെട്ടുപാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ സംസ്ഥാനത്തും ജില്ലയിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു സ്കൂളാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം 10ാം ക്ലാസ്സിന്റെ റിസൾട്ടും 12ാം ക്ലാസ്സിന്റെ റിസൾട്ടും വരുമ്പോൾ 100% റിസൾട്ട് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂള് സംസ്ഥാനത്തും ജില്ലയിലും അറിയപ്പെടുന്ന സ്കൂളായി മാറിയിരിക്കുന്നത്. അപ്പൊ അവിടെ അഡ്മിഷൻ നേടി പഠിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഓരോ കുട്ടികളും ഇപ്പൊ നമുക്കറിയാം, സയൻസ് എടുത്ത കുട്ടിയുണ്ട്, കൊമേഴ്സ് എടുത്ത കുട്ടിയുണ്ട്, ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികളുണ്ട്. ഇപ്പൊ ഏത് വിഷയം എടുത്താലും നമ്മൾ കുട്ടികളുടെ താല്പര്യം, ഇവിടെ മാഷ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് എനിക്ക് സയൻസ് അല്ലായിരുന്നു താല്പര്യം, പക്ഷെ ഞാൻ സയൻസ് എടുത്തുപോയി എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്യണം, മാഷ് പറഞ്ഞതുപോലെ തന്നെ ഏത് വിഷയം, മാഷ് സയൻസ് എടുത്തിട്ട് മാഷ് ഒന്നാമതായി മാറി, അതാണ്. അപ്പൊ ഏത് വിഷയം എടുത്ത് നമ്മൾ പഠിക്കുമ്പോഴും എന്തായിരിക്കണം, നമ്മൾ ആ വിഷയത്തിൽ നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നല്ല, സയൻസ് ആയിരുന്നു അല്ല കൊമേഴ്സ്, എനിക്ക് സയൻസ് വേണ്ടായിരുന്നു, സയൻസ് എടുത്ത കുട്ടി പറയുന്നു കൊമേഴ്സ് മതിയായിരുന്നു എന്നുള്ള ആ മനസ്സിലെ ചാഞ്ചാട്ടം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഏത് വിഷയമാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് ആ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒന്നാമതാകാൻ പറ്റണം അല്ലെ. ഒന്നാമതായാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മൾ ഉന്നത വിജയത്തിലേക്ക് പോവുക. പ്രിൻസിപ്പൽ AV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി K പ്രവീൺ, വാർഡ് മെമ്പർ P ഷീബ, PTA പ്രസിഡന്റ് K പ്രിയേഷ്, വൈസ് പ്രിൻസിപ്പൽ MC ശശീന്ദ്രൻ, മദർ PTA പ്രസിഡന്റ് ശ്രീലിഷ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ അധ്യാപകർ അവതരിപ്പിച്ച ഓറിയന്റേഷൻ പ്രോഗ്രാമും ലഹരിക്കെതിരെ NSS വോളണ്ടിയേഴ്സ് അവതരിപ്പിച്ച സംഗീത ശില്പവും നടന്നു. ലഹരി ഉപയോഗത്തിനെതിരെ ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റിയിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി ചെയർമാൻ P മുബഷീർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാലത്ത് 10 മണി മുതൽ 2 മണി വരെ നടക്കുന്ന ജനജാഗ്രതാ സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 3-4 വർഷങ്ങളായി ലഹരിക്ക് അടിമപ്പെട്ടുപോയ ആളുകളെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളടക്കം സമൂഹത്തിൽ തിരിച്ച് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, വരുന്ന തലമുറ ലഹരി എന്ന മഹാമാരിയെ കുറിച്ച് അറിവ് പോലും ഇല്ലാത്ത വിധത്തിൽ അതിന്റെ രുചി എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ വളർത്തിയെടുക്കുക എന്നൊക്കെയുള്ള സതുദ്ദേശത്തോടുകൂടി കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് കണ്ണൂർ സിറ്റി കേന്ദ്രീകരിച്ചു വരുന്ന ഒരു കൂട്ടായ്മയാണ് ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ. ഏറ്റവും അടുത്തായി ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ആ അന്നേ ദിവസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയൊക്കെ ബാധിക്കുന്ന രൂക്ഷമായ പ്രശ്നമായ ലഹരി, അതിന്റെ ഉപയോഗം ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ആ വിപത്തിനെതിരെ സമൂഹത്തെ ഉണർത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ മുഖ്യ ലക്ഷ്യം. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക, ലഹരി ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാൻ, അതായത് അതിന്റെ വിപണനം അതല്ലെങ്കിൽ അതിന്റെ കച്ചവടം നിയന്ത്രിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകളെ പ്രേരിപ്പിക്കുക, ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് ഇത്തരം മാരകമായ ലഹരി എന്ന വിപത്തിൽ നിന്നും മാറ്റി ഉറപ്പുവരുത്തുക എന്നിവയ്ക്കാണ് ഈ ഒരു ദിനത്തിന്റെയും അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെയൊക്കെ ലക്ഷ്യം. പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ മതസംഘടനാ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. ലഹരി ഉപയോഗത്തിനെതിരെ ജനങ്ങളിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ശക്തമായ പ്രചരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂരിലെ 20ഓളം സ്കൂളുകളിൽ നിന്നായി 8000ഓളം കുട്ടികൾ സ്കൂൾ അസംബ്ലിയിൽ ബാഡ്ജ് ധരിച്ച് ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കും. കുട്ടികളുടെ റാലികളും ഫ്ലാഷ് മോബും ഉണ്ടായിരിക്കുമെന്നും മുബഷീർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ കൺവീനർ K നിസാമുദ്ദീൻ, ഹാഷിം കലിമ, PM മുഹമ്മദ് റയീസ്, MP ഗസാലി എന്നിവരും പങ്കെടുത്തു.
വിൽപ്പനക്കായി സൂക്ഷിച്ചു വെച്ച 53 കുപ്പി വിദേശ മദ്യവുമായി മധ്യവയസ്കൻ പിടിയിൽ. കുഴുമ്പിൽ വീട്ടിൽ KV തോമസിനെയാണ് ആലക്കോട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഗിരീഷ് മയ്യലിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ നടുവിൽ കൈതളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ അബ്കാരി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. തളിപ്പറമ്പ് പ്രദേശങ്ങളിൽ വിദേശ മദ്യ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന കുഴമ്പിൽ വീട്ടിൽ തോമസ് KVയെയാണ് എക്സൈസ് വലയിലാക്കിയത്. വീടിന്റെ മുൻവശത്തുള്ള തെങ്ങിൻ കുഴിയിൽ നിന്നും 43 ലിറ്റർ വിദേശ മദ്യവും കണ്ടെടുത്തിട്ടുണ്ട്. ഇയാളെ 2 ആഴ്ചയോളമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാരായ തോമസ് TK, ബിജു PV, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ഷിബു CK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈജു KV, സബീഷ് EV, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രമ്യ P എന്നിവരും പങ്കെടുത്തു. തളിപ്പറമ്പിൽ നിരോധിത പ്ലാസ്റ്റിക്കും കുപ്പിവെള്ളവും പിടികൂടി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തളിപ്പറമ്പ് നഗരത്തിൽ നടത്തിയ പരിശോധനയിലാണ് 1/2 ടണ്ണിലധികം ഒറ്റത്തവണ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും 5000-ലധികം 300 മില്ലി ലിറ്റർ നിരോധിത വെള്ളക്കുപ്പികളും പിടിച്ചെടുത്തത്. തളിപ്പറമ്പിലെ പ്രസ്റ്റീജ് പ്ലാസ്റ്റിക് സൊല്യൂഷൻ, ബിസ്മി മാർക്കറ്റിംഗ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് 520 കിലോ നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ബിസ്മി മാർക്കറ്റിംഗ് കമ്പനിയുടെ ഗോഡൌണിൽ നിന്നാണ് കാറ്ററിംഗ് ഏജൻസികൾക്ക് വിൽക്കുന്നതിനായി രഹസ്യമായി ശേഖരിച്ചുവെച്ച 5000-ലധികം നിരോധിത 300 മില്ലി ലിറ്റർ കുടിവെള്ള കുപ്പികൾ പിടികൂടിയത്. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ, തെർമോകോൾ പ്ലേറ്റുകൾ, ഗാർബേജ് ബാഗുകൾ എന്നിവയാണ് പ്രസ്റ്റീജ് പാക്കിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചെടുത്തത്. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ PP അഷറഫ്, നിതിൻ വത്സലൻ, തളിപ്പറമ്പ് നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രമ്യ K, M ലതീഷ് PP എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. പ്രവാസികൾക്ക് പെൻഷൻ ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ ആവശ്യം. കണ്ണൂർ NE ബാലറാം സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായിട്ടാണ് പ്രവാസി ഫെഡറേഷന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. കിസാൻ സഭ അല്ലെങ്കിൽ കർഷക തൊഴിലാളി സംഘടന, അത് നമ്മുടെ മഹിളാ പ്രസ്ഥാനം, വിദ്യാർത്ഥി യുവജന രംഗങ്ങൾ, ഇതിലൊക്കെ പ്രവർത്തിച്ച അനുഭവ സമ്പന്നവരായിരിക്കും പറയുന്നത്. ആ സംഘടനകൾ പ്രവർത്തിക്കുന്ന അതേ രീതിയിലോ ആ ശൈലിയിലോ നമുക്ക് പ്രവാസി ഫെഡറേഷന് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടേതായ സാധ്യതകൾ അറിഞ്ഞുകൊണ്ട് വളരെ വിശാലമായ കാഴ്ചപ്പാടുകൊണ്ട് മാത്രമേ അതിനെ സംഘടിപ്പിക്കാൻ സാധിക്കൂ. SFലും IFലും ഒക്കെ വളർന്നു വന്ന അനുഭവ സമ്പത്തുള്ള കുറേ പേര് ഇവിടെ ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് പേരെന്ന് പറയേണ്ടതില്ല. എന്നാൽ സമാനമായ രീതിയിലുള്ള സംഘടനാ സംവിധാനങ്ങളും രീതികളും വെച്ചുകൊണ്ടൊന്നും നമുക്ക് പോകാൻ സാധിക്കും. പ്രവാസികൾക്കുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകണമെന്നും പ്രവാസി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. PV ചിന്നൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിജയൻ നണിയൂർ, കുഞ്ഞില്ലത്ത് ലക്ഷ്മണൻ, KP രവീന്ദ്രൻ, ഷിജിൽ ചന്ദ്രംബേത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53000 രൂപ, വെള്ളി 96 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. മലബാർ മേഖലകളിൽ +1 സീറ്റ് പ്രതിസന്ധി. MSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. മുഖ്യമന്ത്രിയുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് ഭൂമാഫിയ ആരോപണവുമായി BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്. പിന്നിൽ രാഷ്ട്രീയ അഭിഭാഷക ആധാരം എഴുത്ത് റവന്യൂ ഉദ്യോഗസ്ഥരെന്നും ആരോപണം. ചാൽ ബീച്ചിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. തള്ളിയത് ലോഡ് കണക്കിന് മാലിന്യം. ഹീനപ്രവൃത്തി നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നടപടി നടക്കുന്നതിനിടെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.